ഹേ ഗായ്സ്, നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാർക്കും അതുപോലെയുള്ള അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പലർക്കും എളുപ്പം ചെയ്യാൻ പറ്റിയൊരു കുഴപ്പൻ റെസിപ്പിയാണെന്ന് തോന്നിയിരിക്കണം കേട്ടോ. അപ്പൊ ദിസ് ഇസ് ജാസ് ലൂയിസ് ഫ്രം ഡബ്ലിൻ മലു വേൾഡ്. ഡബ്ലിൻ മലു വേൾഡിലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ ഈസി കുക്കിംഗ് ആണ്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഒക്കെ ആയിരിക്കും കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ, മര്യാദയ്ക്കൊന്നും തിന്നാനും കാര്യങ്ങളൊക്കെ. അപ്പൊ എപ്പോ വന്നാലും നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാസറോളാണ്, ചിക്കൻ കാസറോളാണ് കേട്ടോ. ഒരു അടച്ച് പൊളിച്ച് എല്ലാം കൂടെ കൂട്ടി തട്ടിയിട്ട് തയ്യാറാക്കുന്ന പൊളപ്പൻ സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് നാനിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ ബ്രെഡിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പൊളി സാധനം. ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ റെസിപ്പി ഇതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കാസറോളാണ്. നമുക്ക് ടെസ്കോ എന്നൊക്കെ നമുക്ക് കാസറോളിന്റെയും ബീഫ് കാസറോളും ചിക്കൻ കാസറോളിന്റെ നമുക്ക് സാഷ മേടിക്കാൻ കിട്ടും. ആ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് കുറെ ചിക്കനും വെട്ടി കൂട്ടി നമ്മൾ കുറെ ടെസ്കോയിൽ കിട്ടുന്ന കുറെ പച്ചക്കറിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ഹെർബ്സും കാര്യങ്ങളെല്ലാം കൂടെ വാരി വെതറി, പിന്നെ കുറച്ച് കടല, അതുപോലെ കുറച്ച് തക്കാളിക്ക, അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് ഉരുളക്കിഴങ്ങ്, എല്ലാം കൂടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, എല്ലാം കൂടെ വെട്ടി കൂട്ടിയിടുക. അതുപോലെ ചിക്കനും കൂടെ ഇട്ടിട്ട് ആ കാസറോളിന്റെ പൊടിയും കുറച്ച് ഇട്ടിട്ട്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട നമുക്ക് നമ്മുടെ ടേസ്റ്റിന് യോജിക്കുന്ന നമ്മുടെ രീതിയിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റോ ഇഞ്ചി പേസ്റ്റോ അതെല്ലാം ഇട്ട്, കറിവേപ്പില ഇട്ടെങ്കിൽ അതും ഇട്ട്, എന്റെ ഇല വേണമെങ്കിലും റബ്ബറില എന്തുകൊണ്ട് ഇട്ടേക്കരുത് കേട്ടോ. അങ്ങനെയുള്ള ഇലകളെല്ലാം കൂടെ ചേർത്ത് മെഴുക്കി അഴിച്ച് പൊടിച്ചുണ്ടാക്കുന്ന ഒരു സൂപ്പ് പോലെയല്ല നമ്മൾ കാസറോൾ പോലെ കഴിക്കാൻ പറ്റിയ മുതൽ സാധനമാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഒരു കലങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തേക്ക് കഴിക്കാം കേട്ടോ. അപ്പം നോക്കാം. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ കാസറോളിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളെ ഇച്ചിരി നാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബ്രെഡോ അല്ലെങ്കിൽ റൈസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ വീട്ടിൽ കൂട്ടിയിട്ടിട്ട് നമുക്ക് അടിച്ച് കയറ്റാൻ പറ്റുന്ന നല്ല അടിപൊളി മുതലാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റിയാണ് ആക്ച്വലി. പിന്നെ നമ്മൾ ഇടുന്ന ആ ഒരു ഹെർബ്സിന്റെയും അതിന്റെ ഒക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ടേസ്റ്റ് കൂടുന്നു പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബീഫ്സിന്റെ ക്യൂബ്സ് കിട്ടത്തില്ലേ, നമ്മുടെ മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, ക്യൂബ്സ് അല്ലെങ്കിൽ ബീഫിന്റെയോ ചിക്കന്റെയോ ഏതിലും കിട്ടും. അതുകൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഇടാറുള്ള പക്ഷേ ലെന്റിൽസ് ഇടാറുണ്ട്. ലെന്റിൽസ് ഇടുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിനും നല്ലതാണ്. പിന്നെ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, നമുക്ക് ടെസ്കോയിൽ മേടിക്കാൻ കിട്ടുന്ന വെള്ളക്കടല, അത് വേവിച്ച കടലയാണ്. ആ കടല ഒന്ന് മേടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇലയായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ സ്പിനച്ചോ കാര്യങ്ങളോ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുതലാണ്. അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റിയാണ് ആക്ച്വലി. എന്തോരം കഴിച്ചാലും കിട്ടുന്നവരൊക്കെ ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ്. എന്താ പറയാ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി അങ്ങ് വിട്ടാൽ മതി. ഓക്കെ, അപ്പം പുതിയൊരു റെസിപ്പിയാണ്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഈസി റെസിപ്പികളിൽ കാണാം. അതുപോലെ തന്നെ ഡബ്ലിൻ മലു നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം